നമസ്കാരം, ഞാൻ രജനീഷ്. മാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് ടാലിയിലെ കോൺഫിഗറേഷൻസ്, ടാലി പ്രൈമിൽ എങ്ങനെയാണത് മാറിയിട്ടുള്ളത്, ആ കോൺഫിഗറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മാറ്റം, ടാലിയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മുടെ യൂസേജിനനുസരിച്ച്, ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ടാലി പ്രൈമിന് റിലേറ്റ് ചെയ്ത വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ വിസിറ്റ് ചെയ്ത് കാണുക. തുടർന്നുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്, ഇപ്പോൾ നമ്മൾ വിത്ത് കോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വിചാരിക്കാം. അപ്പോൾ നമ്മൾ പ്രിൻ്റ് ഔട്ട്സ് ഒക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ റിപ്പോർട്ടൊക്കെ വ്യൂ ചെയ്യുമ്പോൾ ആ കോഡും കൂടി കാണണം. ഇപ്പോൾ അലിയാസിലാണ് നമ്മൾ കോഡ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ട്രയൽ ബാലൻസ് എടുത്തു, ഡീറ്റെയിൽ എടുത്തു, അല്ലെങ്കിൽ ലെഡ്ജർ വൈസ് എടുത്തു. ഇപ്പോൾ ഈ ലെഡ്ജർ നെയിം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ പല ലെഡ്ജറിലേക്കും ചിലപ്പോൾ കോഡ് ഉണ്ടായിരിക്കാം. ആ കോഡും കൂടി നമുക്ക് ഈ റിപ്പോർട്ടിൽ കാണണം. സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ എന്തിൻ്റെ ആയാലും കോഡും കൂടി കാണണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹെൽപ്പിൽ പോയിട്ട് സെറ്റിങ്സ് എടുക്കുക, ഡിസ്പ്ലേ എടുക്കുക. ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട് എങ്ങനെയാണ് നെയിം ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോൾ നെയിം ഓൺലി എടുക്കുന്നത്, ഞാൻ അത് മാറ്റിയിട്ട് നെയിം ബ്രാക്കറ്റ് അലിയാസ്, ഇതിൽ ഏത് ഫോർമാറ്റ് ഉപയോഗിക്കാം. ഞാൻ നെയിം ബ്രാക്കറ്റ് അലിയാസ് കൊടുത്തു. അതുപോലെ തന്നെ സ്റ്റോക്ക് ഐറ്റത്തിനും എംപ്ലോയി ഗ്രൂപ്പിനൊക്കെ അത് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിന് മാത്രം മാറ്റി. ഞാൻ വീണ്ടും ട്രയൽ ബാലൻസ് എടുത്തു, ലെഡ്ജർ വൈസ് എടുത്തു. അപ്പോൾ ഓരോ ലെഡ്ജറിനും നേരെ കോഡ് ഉള്ളതിന് കോഡ് കാണിക്കും. ഇപ്പോൾ A to Z എന്ന് പറഞ്ഞതിന് ഇല്ല, ഞാൻ കോഡ് കൊടുക്കണം. 104 ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നേരെ അത് കാണിക്കും. ഇങ്ങനെ രണ്ടും കൂടി കാണിക്കും. നമ്മൾ പറയുന്ന ഫോർമാറ്റിൽ മാറ്റം വരും. അടുത്ത് നമ്മൾ നോക്കുന്നത് ഒരു ടേബിളിൻ്റെ സെർച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള മാറ്റങ്ങളാണ്. ഇപ്പോൾ നോർമലായിട്ട് ടേബിൾ സെർച്ച് വർക്ക് ചെയ്യുന്നത്, ഉദാഹരണമായിട്ട് ഞാനിവിടെ ഐറ്റത്തിൽ വന്നു, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഐറ്റത്തിൽ നമുക്ക് ഇവിടെ ക്ലോസിങ് ക്വാണ്ടിറ്റി കാണിക്കുന്നുണ്ട്, നെയിം കാണിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ നെയിം വെച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നെയിം ഞാൻ 505050 അടിച്ചപ്പോൾ 5050 ഉള്ള നെയിമിലുള്ള ഐറ്റം ഫിൽട്ടറായി വന്നു. അതുപോലെ തന്നെ ഞാൻ 1205 അടിച്ചു കഴിഞ്ഞാൽ അത് ക്വാണ്ടിറ്റിയാണ്, ക്വാണ്ടിറ്റി ഭാഗത്തെയും ഫിൽട്ടർ ചെയ്ത് വരും. മറ്റൊരു ഐറ്റം നോക്കി കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള ഐറ്റം 463 അടിച്ചു കഴിഞ്ഞാൽ ഈ ഐറ്റം കയറി വന്നു. ഇങ്ങനെ നമുക്കൊന്നില്ലെങ്കിൽ ഈ ടേബിളിലുള്ള കോളത്തിലുള്ള ഡാറ്റ വെച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ കഴിയും. ബൈ ഡിഫോൾട്ട് നമുക്ക് ആ ബിഹേവിയർ വേണ്ട, ഫസ്റ്റ് കോളം മാത്രം ഫിൽറ്ററിൽ ഉൾപ്പെടുത്തിയാൽ മതിയെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇതിന് എക്സിറ്റായി സെറ്റിങ്സിൽ പോയി ഡിസ്പ്ലേ എടുത്തു, ഷോ മോർ കൊടുക്കുക. അപ്പോഴാണ് ടേബിൾ റിലേറ്റഡ് വരാം. ഇപ്പോൾ കിടക്കുന്ന സെർച്ച് ബിഹേവിയർ ഇൻ ടേബിൾ അക്രോസ് ടേബിളാണ്. ഞാനത് മാറ്റിയിട്ട് ഫസ്റ്റ് കോളം ഓഫ് ടേബിളാക്കി സേവ് ചെയ്തു. ഇനി നമ്മൾ സെയിം കാര്യങ്ങൾ നോക്കി നോക്കാം. ഞാൻ 5050 അടിച്ചപ്പോൾ വന്നു, 1205 അടിച്ചപ്പോൾ വന്നില്ല, 463 അടിച്ചപ്പോൾ മറ്റ് 4 വെച്ചുള്ള മറ്റുള്ള കാര്യങ്ങളാണ് വന്നത്, ബാക്കി എറർ വന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോളം വെച്ച് മാത്രമേ ഫിൽറ്ററിങ് നടക്കുന്നുള്ളൂ. ഇടയിലുള്ള കോളംസ് ഫിൽറ്ററിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ അങ്ങനെ ടേബിളിൻ്റെ സെർച്ചിൻ്റെ ബിഹേവിയർ നമുക്ക് മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ ഡിസ്പ്ലേ ലിസ്റ്റ് ഓഫ് സ്റ്റോക്ക് ഐറ്റംസ് വിത്തൗട്ട് ക്വാണ്ടിറ്റി ഇൻ വൗച്ചർ. ഇപ്പോൾ നമുക്കവിടെ ക്വാണ്ടിറ്റി കാണിക്കുന്നുണ്ട്. ക്വാണ്ടിറ്റി കാണേണ്ട പേര് മാത്രം കണ്ടാൽ മതി, അതാണ് നമ്മുടെ ആവശ്യം. എങ്കിൽ നമുക്ക് ഇത് യെസ് ആക്കി കഴിഞ്ഞാൽ ഞാൻ സേവ് ചെയ്തു, വൗച്ചറിൽ പോയി സെയിം വൗച്ചർ തന്നെ. ഇവിടെ നെയിം മാത്രമുള്ള ക്വാണ്ടിറ്റി ആ ടേബിളിൽ നിന്ന് റിമൂവ് ആയി. ഇങ്ങനെ നമുക്ക് മാറ്റാൻ കഴിയും. റിക്വയർമെൻറ്റിൻ്റെ ബേസിൽ നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ കഴിയും. ഇതിൻ്റെ ബിഹേവിയർ, ഡിസ്പ്ലേയുടെ ബിഹേവിയർ. ഫൈനൽ അക്കൗണ്ട്സ് ഗേറ്റ് വേയിൽ കാണണമെങ്കിൽ ഇത് യെസ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ബൈ ഡിഫോൾട്ട് കാണിക്കുന്നത് ബാലൻസ് ഷീറ്റൊക്കെ വേറെ വേറെ ആയിട്ടാണ്. ഇത് യെസ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഫൈനൽ അക്കൗണ്ട്സ് എന്നുള്ളൊരു മെനുവിൻ്റെ ഉള്ളിലേക്ക് ഈ ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കയറി വരും. ഈ രീതിയിൽ ഇതിൻ്റെ ഗേറ്റ് വേനെ ചേഞ്ച് ചെയ്യാൻ കഴിയും. ഡിസ്പ്ലേ ബിഹേവിയർ മാറ്റാൻ കഴിയും. അതുപോലെ നമ്പർ ഫോർമാറ്റിൻ്റെ രീതിയിൽ നമുക്ക് മാറ്റാൻ കഴിയും. നമ്പർ ഫോർമാറ്റുകൾ നമുക്ക് മാറ്റാം. കളർ ചേഞ്ച് ചെയ്യാനും സൗണ്ട് ഇല്ലാതാക്കാനും. പ്രൈമിൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മുന്നേ നമ്മൾ F12 അറിഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇതിപ്പോൾ ഹെൽപ്പിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഹെൽപ്പിൽ സെറ്റിങ്സിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തുടർന്നും വീഡിയോസ് കാണാൻ വേണ്ടി നമ്മളെ ഫോളോ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.